നമസ്കാരം. എല്ലാവർക്കും യുഗസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുന്ന, പ്രത്യേകിച്ച് കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വയനാട്ടിലെ വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണമാണ്, അല്ല കൊലപാതകമാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ആ കുട്ടിയുടെ വീട്ടിലെത്തുകയും ആ കുട്ടിയുടെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുകയുണ്ടായി. തിരിച്ചു വന്ന അദ്ദേഹം വളരെ ശക്തമായ ചില നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ആ കോളേജിന്റെ വൈസ് ചാൻസലറെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കുറ്റങ്ങൾ നിരത്തി അദ്ദേഹം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ചാൻസലറുടെ ഈ നടപടി, ഗവർണറുടെ ഈ നടപടി സർക്കാരിനെ അമ്പരപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മന്ത്രി ചിഞ്ചു റാണിയുടെ പത്രസമ്മേളനത്തിൽ തന്നെ ആ കാര്യം വ്യക്തമാണ്. മന്ത്രി ചിഞ്ചു റാണി പള്ളു പറയുന്ന ഒരു മന്ത്രിയല്ല, ഒരു നല്ല മന്ത്രിയായിട്ടാണ് അവരറിയപ്പെടുന്നത്. മിതഭാഷിയാണ്. പക്ഷെ അവരുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന തരത്തിലാണ് ആ പത്രസമ്മേളനത്തിൽ അവർ സംസാരിച്ചത്. അവർ പറഞ്ഞു, സർക്കാർ നടപടികൾ സ്വീകരിച്ചു, ആ കുട്ടികളെ 3 വർഷത്തേക്ക് അയോഗ്യരാക്കി, അവർക്കെതിരെ കേസെടുത്തു എന്നാണ്. എന്ത് കേസാണ് എടുത്തേ? 1-2 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിരിക്കുക. കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല വേണ്ടത്, അവർ പുറത്തു വരാൻ പാടില്ല. എന്തുകൊണ്ട് കൊലപാതകത്തിന് കേസെടുത്തില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് വധശ്രമത്തിന് കേസെടുത്തില്ല? അത്ര കടുത്ത നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ കേസെടുത്തില്ലേ എന്ന് ചോദിക്കുന്നതല്ല. അവരുടെ മകനാണ് ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകുന്നതെങ്കിൽ ഈ രീതിയിൽ അവർ പ്രതികരിക്കുമോ? ഒരു അമ്മയല്ലേ, ഈ രീതിയിൽ പ്രതികരിക്കാൻ അവർക്ക് സാധിക്കുമോ? അവരുടെ ഒരു മകനാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും സമീപനം? ഇതിനിടയിൽ VC-യുടെ ഒരു പത്രസമ്മേളനം നമ്മൾ കണ്ടു. എന്താ VC പറയുന്നേ? ഞാനൊരു പച്ച പുണ്വാളനാണ്, ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, പത്രക്കാർ ചോദിച്ചു, സിദ്ധാർത്ഥ് മരിച്ചതിന് ശേഷം ഒരു സ്ത്രീയെ കൊണ്ട് സിദ്ധാർത്ഥിനെതിരെ പരാതി കൊടുപ്പിച്ചു, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ വൈസ് ചാൻസലർ പറയുന്നത്, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, സിദ്ധാർത്ഥിനെ 3 ദിവസം നിഷ്ഠൂരമായി ആ കോളേജിലിട്ട് ഇഞ്ചിഞ്ചായി കൊന്നത് ഇയാൾ അറിഞ്ഞില്ല. വ്യാജ പരാതി കൊടുത്തത് ഇദ്ദേഹം അറിഞ്ഞില്ല. പത്രങ്ങൾ മുഴുവൻ 2 ദിവസം മുമ്പേ റിപ്പോർട്ട് ചെയ്തു ഇങ്ങനെ പരാതി കൊടുത്തു എന്ന്. പക്ഷേ വൈസ് ചാൻസലർ പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ള. അങ്ങനെയുള്ള ഒരാളെ, അത്രമാത്രം കഴിവുകെട്ട ഒരാളെ സസ്പെൻഡ് ചെയ്യല്ല വേണ്ടത്, അയാൾ പിരിച്ചുവിട്ടുകൊണ്ട് എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ അയാൾ വാങ്ങി ശമ്പളം അടക്കം അയാളോട് ഈടാക്കുകയാണ് വേണ്ടത്. അത്രമാത്രം പൊറുക്കാനാവാത്ത വീഴ്ചയാണ് VC വരുത്തിയിരിക്കുന്നത്. എനിക്ക് അദ്ദേഹം പറയാണ്, എനിക്ക് ഇനിയുള്ള കാലം സമാധാനത്തോടുകൂടി ജീവിക്കണം, അതുകൊണ്ട് ഞാൻ കേസിലൊന്നും പോകുന്നില്ല എന്ന്. എങ്ങനെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റും? ഒരു പാവം കുട്ടിയെ, ഒരു വിദ്യാർത്ഥിയെ നിഷ്ഠൂരമായ രീതിയിൽ കൊല ചെയ്തിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന അദ്ദേഹത്തിന് എങ്ങനെ ഉറങ്ങാൻ കഴിയും? ഇനിയുള്ള കാലം അദ്ദേഹത്തിന് സമാധാനത്തോട് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയും വലിയ തെറ്റാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആ സ്ഥാപനത്തിലുള്ള മറ്റ് പല ഉദ്യോഗസ്ഥന്മാരും ചെയ്തിരിക്കുന്നത്, ഡീൻ അടക്കം ചെയ്തിരിക്കുന്നത്. ഇവരൊന്നും ഒരു തരത്തിലും മാപ്പർഹിക്കുന്നില്ല.
അവരെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവരോട് ജനങ്ങൾക്ക് വെറുപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രമാത്രം രോഷം കേരള ജനതയുടെ രോഷം അത്രമാത്രം ആളിക്കത്തുന്നുണ്ട്. ഇത്തരം സംഭവം ഈ വെറ്റിനറി കോളേജിൽ മാത്രമല്ല, എത്രയോ കോളേജുകളിൽ സമാനമായ സാഹചര്യമുണ്ട്. പല കോളേജുകളിലും വിദ്യാർത്ഥികളെ നിഷ്ഠൂരമായി മർദ്ദിക്കുന്ന, ആക്രമിക്കുന്ന നിരവധി ദൃശ്യങ്ങൾ, വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പട്ടാമ്പി സംസ്കൃത കോളേജിൽ MSF വിദ്യാർത്ഥികളെ നിഷ്ഠൂരമായി മർദ്ദിച്ചു. അവർ കോളേജിൽ പരാതി കൊടുത്തു, ഒരു നടപടിയുമില്ല. പോലീസിൽ പരാതി കൊടുത്തു, ഒരു നടപടിയുമില്ല. പോലീസ് പറയുന്നത് നിങ്ങൾ ഒത്തു തീർക്കാനാണ്. പോലീസിനാവൂല, പോലീസിന് കഴിവില്ലാഞ്ഞിട്ടല്ല, പോലീസിനെ ഇത്തരം സംഭവങ്ങളിൽ നടപടിയെടുക്കാൻ അനുവദിക്കുന്നില്ല സർക്കാർ. ഈ വിഷയത്തെ നിസ്സംഗതയോടുകൂടി എന്ത് സംഭവിച്ചാലും ഒന്നും വരാനില്ല എന്ന ഒരു കാഴ്ചപ്പാട് കാണുന്നതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. എന്തുകൊണ്ട് കർശനമായ നടപടി സ്വീകരിക്കുന്നില്ല? കർശനമായ നടപടികൾ സ്വീകരിച്ചാൽ മണിക്കൂറുകൾ കൊണ്ട് ഇത്തരം സംഭവങ്ങൾ അവസാനിക്കും. പക്ഷേ സർക്കാരിന് അതിൽ താല്പര്യമില്ല, സർക്കാർ അതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ അയക്കുന്ന മാതാപിതാക്കൾ ചങ്കിടിപ്പോടുകൂടി ആശങ്കയോടുകൂടിയാണ് ജീവിക്കുന്നത് എന്ന് പറയേണ്ട സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഇതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ കേരളത്തിലെ കോടതികളും, നീതി ഉറപ്പുവരുത്തും എന്ന് പറയുന്ന കോടതികളും, അതുപോലെ തന്നെ ചാൻസലറും അവരുടെ അധികാരം ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ കോളേജുകളെ സരസ്വതി ക്ഷേത്രങ്ങളായി ആക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഗവർണർ, ചാൻസലർ എന്നുള്ള നിലയിൽ അക്രമം നടത്തുന്ന കോളേജുകളിൽ പോലീസ് നിഷ്ക്രിയമാണ് എന്നുള്ളത് കൊണ്ട് കേന്ദ്രസേനയെ വിന്യസിക്കാൻ തയ്യാറാകണം. അക്രമം ഏത് കോളേജിലാണ് ഉള്ളത് ആ കോളേജിലേക്ക് കേന്ദ്രസേനയെ നിയോഗിക്കാനുള്ള നടപടികൾ ഗവർണർ സ്വീകരിക്കണം. പ്രശ്നം തീരും. ഗവൺമെന്റ് തന്നെ നടപടിയെടുക്കും, ഇല്ലെങ്കിൽ കേന്ദ്രസേന കൈകാര്യം ചെയ്തോളും. അത്തരമൊരു സാഹചര്യം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുവാൻ, കേരളത്തിലെ വിദ്യാലയങ്ങൾ സരസ്വതി ക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞ പഴയകാലം തിരിച്ചു കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള നടപടികൾ ആവശ്യമാണ്. അത് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.